ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ ഓർത്തൊന്നും വിഷമിക്കേണ്ടതില്ല. അതൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവുന്നതാ. അതൊക്കെ അങ്ങ് മാറിക്കോളും. പിന്നെ ഏത് തരത്തിൽ നോക്കിയാലും ഹരീഷ് വളരെ നല്ലവനാ. സ്വന്തം അമ്മ ആരാണെന്ന് അവന് മനസ്സിലാവാത്തതിന്റെ പ്രശ്നമേ ഉള്ളൂ. അതവൻ വൈകാതെ മനസ്സിലാക്കും. അപ്പൊ അവൻ നിന്റെ മുമ്പിൽ വന്ന് മാപ്പ് ചോദിക്കും. മോളെ ശ്രീലക്ഷ്മി, വല്യമ്മേ, കഷായവും മരുന്നും ഒക്കെ കഴിച്ചു തുടങ്ങാം. വല്യമ്മേ. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ കണക്ക്. മരുന്നുണ്ടാക്കിയത് ഞാനാണെങ്കിലും പകുതി കാര്യം ദൈവം വിചാരിക്കണം. എന്നാ അപ്പം ദൈവത്തെ പ്രാർത്ഥിച്ച് മരുന്ന് കഴിച്ചു തുടങ്ങാം. മോളെ കൃതികേ. കൃതിക കത്രിയൊന്നുമല്ല, ഋതിക, ഋതുമോൾ. എനിക്ക് കൃതിക എന്നേ വരൂ. മോളെ. എന്താ വല്യമ്മേ? മോൾ ഐശ്വര്യമുള്ളവളാ, ശുദ്ധഗതിക്കാരി. പിന്നെ ഈ മരുന്ന് ശ്രീലക്ഷ്മിക്ക് കൊടുക്ക്. ഇനി ഒരു അരിഷ്ടമുണ്ട്, അത് കിടക്കാൻ നേരത്ത് തരാം. ആ രാധമ്മേ. എന്താ അമ്മേ? പിന്നെ മോളുടെ അടുത്തിരുന്ന് കഞ്ഞി കോരി കൊടുക്ക്. ഒരമ്മയും കുഞ്ഞും തൊള്ളയെ ചവിട്ടി തേച്ചിട്ട് ഇപ്പൊ വന്നിരിക്കുന്നു. ദൈവമേ, ഈ കാഴ്ചയാണ് എത്ര പ്രാർത്ഥിച്ചതാ. അല്ല, ഈ പശു കിടാവിനെ ചേർത്ത് നിർത്തുന്ന കണ്ടിട്ടുണ്ടോ? കോഴി കാക്കയ്ക്കും പരന്തിനും കൊടുക്കാതെ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തുന്നത് കണ്ടിട്ടുണ്ടോ? പൂച്ച തന്റെ കുഞ്ഞുങ്ങളെ 7 പ്രാവശ്യം പല സ്ഥലത്തേക്ക് മാറ്റി രക്ഷിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതാണ് പെറ്റമ്മ. പിന്നെ ഞാനും ഒരുത്തനെ പെറ്റ് വളർത്തിയിട്ടുണ്ട്. ഞാനും അവനും തമ്മിൽ കീരിയും പാമ്പും പോലെയാ. അല്ല, അതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് അവനും അറിയാം, എനിക്കും അറിയാം. പക്ഷെ ഒരു നേരം അവനെ കണ്ടില്ലെങ്കിൽ എന്റെ ചങ്ക പിടയും.